ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു. നിങ്ങൾക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ബാഗൊക്കെ ഇട്ട് പോവാൻ നിൽക്കണം. എല്ലാ ദിവസമൊന്നും ക്ലാസ് ഇല്ല, അതുകൊണ്ട് ബാക്കിയുള്ള ദിവസമൊക്കെ നീക്കണു, നേരെ റീലൊക്കെ എടുത്ത് സമയം കളയണു. അതിന് ഓരോ ദിവസം പോക്കാണ്. പക്ഷേ ക്ലാസ്സുള്ള ദിവസം കുറച്ച് ബിസിയാകും. പക്ഷെ ഇന്ന് മൊത്തത്തിൽ ലേറ്റായി, ഉറക്കമൊന്നും തഴഞ്ഞിട്ടില്ല. രാത്രി ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ച് ഉറങ്ങി, നല്ല നേരം വൈകിട്ടാണ് ഉറങ്ങി. അതുകൊണ്ട് ഉറക്കമൊന്നും തെളിയാതെയാണ്. എന്താപ്പാ മുട്ടായ ആ കയ്യിലെന്തോ ഉണ്ടല്ലോ. നിങ്ങളെ കുട്ടിയല്ല, ഞാൻ ഉണ്ട് ഇവിടെ. മധുര ഇട്ട ബദാമോ? മധുരം ഇപ്പോ മധുരം എന്തോ കാണാണ്ടല്ലോ. ഇതുമേ ഇതുവാ നീച്ചമ്മ ഉപ്പാണ്. ഇതുവപ്പം നീറ്റ് വരണോളൂ കേട്ടോ. ഇതുവപ്പം നീറ്റ് വരാണ്. കള്ളത്തിയാണ്, വൈകിയാണ് നീക്കണത്. ഉമ്മി ക്ലാസ്സിന് പോവാട്ടോ പൊന്നോ. പൊന്നിട്ടാ ഉമ്മി ക്ലാസ്സിന് പോവാട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല. വേഗം വരാട്ടോ. എന്താ പോയാലെന്താ പറ. ഫോണിക്ക് നോക്കേ. മോർണിംഗ് വ്ലോഗാണ്. പക്ഷേ മുടിയൊക്കെ മാറ്റടി സുന്ദരിയെ. ഐസ്ക്രീം കടക്കാരാ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഞാൻ കോലോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കല്ലേ, ഇങ്ങനെ ആ പറ്റിക്കണ കടക്കാരൻ. കുട്ടി പോയിട്ടേ ചായക്കെ കുടിച്ചോട്ടാ. എന്താ വേണ്ട? എനിക്ക് ഐസ്ക്രീം വേണം. കുട്ടി പോയി ചായക്കെ കുടിച്ചോട്ടാ. എനിക്ക് വരാട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് വരട്ടാ. 2 മണിക്കൂർ. എല്ലാ ദിവസവും 2 മണിക്കൂർ, 1 മണിക്കൂർ ഇല്ലേ? ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാട്ടോ. ചെറുക്കില്ലേ മേം പോയിട്ടോ. ടാറ്റ. ഞാൻ ക്ലാസ്സിലെത്താനായി. ക്ലാസ്സിൻ്റെ എറയമ്പുറത്ത് കൂടെ ഉണ്ടോ പോണത്, ബിൽഡിങ്ങിൻ്റെ. ഇത് ശരിക്കും ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. ഇത് കൂടെ പോകാൻ വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് നേരെ ഇത് കൂടെ ഇറങ്ങും. ഇനി അത്യാവശ്യം സ്റ്റെപ്പുകൾ കയറാണ്ട്. അപ്പം ഞാൻ ക്ലാസ്സിൽ പോട്ടെ. ബൈ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഞങ്ങൾ കുറേ ടൈമുണ്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ. ലഞ്ച് ബ്രേക്ക് അത്യാവശ്യം ടൈം കിട്ടും. അപ്പോൾ ഫുഡ് കഴിക്കാൻ അപ്പുറത്തേക്ക് പോകാൻ വിചാരിച്ചു. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു മന്തിക്കട. മര്യാദക്ക് പറയുകയാണെങ്കിൽ നെഹ്ദി കുഴിമന്തി ഞങ്ങളെ ക്ലാസ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ അപ്പുറത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ സുഖമായി. 1:45 തിരിച്ചു കയറാൻ പറഞ്ഞേ. 1:45 എത്തുണ്ടാവുള്ളൂ. എന്നും അത്ര ടൈം കിട്ടല്ലേ, പള്ളിയൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഇയാൾ ക്ലാസ് രസമുണ്ട്. തമാശ രസമുണ്ട്. ക്ലാസ് മനസ്സിലാണോണ്ട് തമാശയൊക്കെ പറയും. ഇത് ഉറക്കം വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളെ മന്തി ബിരിയാണിയായി ഗൈസ്. നെഹദി തുറന്നിട്ടില്ല, ഉച്ചയ്ക്ക് പ്രയർ ടൈം ആയപ്പോൾ. അങ്ങനെ ബിരിയാണി വന്ന്. എടി മുട്ടങ്കടി ഇല്ലേ? ബിരിയാണിയിൽ മുട്ട കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? എനിക്കിഷ്ടം കാണേണ്ടത്. നമുക്ക് പല ടേസ്റ്റിൽ മാറ്റം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ മുട്ട അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ രസമല്ലേ? നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ക്ലാസ്സിക്ക് വിട്ടു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തി. ഇതുവരോട് 1 മണിക്കൂർ പറഞ്ഞിട്ട് പോയതാണ്. സമയം ഇപ്പോൾ എന്തായാലും 5 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അവൾ വെയിറ്റിംഗ് കേട്ടോ. അവൾ സിറ്റ് ഔട്ടിൽ കാത്തിക്കുന്നുണ്ട്. അവൾ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചു. നല്ല ക്ഷീണിച്ചിരിക്കണു, നല്ല വെയിലും. പോയപ്പോഴത്തെ കോലമൊന്നുമല്ല, കരിഞ്ഞതായി. ഇനി ദുവ കാത്തിക്കുന്നുണ്ട്, അവളെ കാണാം. ദുവക്ക് എന്ത് പണി? ഉമ്പിക്കുണ്ടാ? ഉമ്പി കൈയാക്കി വരട്ടാ. ഇപ്പം നല്ല ലെയ്യും വെട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല മധുരം ഉണ്ട്. നിങ്ങൾ എത്ര മധുരം ഇടലില്ല പൊതുവെ. ബാ
ഇത്രയും നേരോള് എന്താ മുമ്പി വരാത്തേ വിളിച്ചിന് ആളിപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഓള് കളിക്കാൻ പോയി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ദുവ വന്നിട്ട് നമുക്ക് ഓളെ കൂട്ടിയിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബാക്കി വ്ളോഗ് കാണാം. അപ്പം ഞാൻ ഈ ലൈം കുടിക്കട്ടെ. അപ്പോൾ ഓക്കെ, വൈകുന്നേരമായി. ഞാനും ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ആകെ എന്തോ പോലെ ആയിട്ടുണ്ട് ഫേസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് നോക്കാം, ഫേസ് പാക്ക് ഇട്ട് നോക്കാം. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ ആയി ഫേസ് പാക്കൊക്കെ യൂസ് ആക്കിയിട്ട്. ഇത് ഓട്സ് പൗഡറും ഹണി പിന്നെ കുറച്ച് പാലും, കൂടുതൽ ഹണിയാണ്. ഇതൊരു 10-15 മിനിറ്റൊക്കെ ഒന്ന് മുഖത്ത് വെച്ചാൽ മതിയേ. എന്നിട്ട് വല്ലാണ്ട് ഡ്രൈ ആയി പോണ്ട, വല്ലാതെ ഡ്രൈ ആവണതിൻ്റെ മുന്നേ ഒന്ന് കഴുകി കളഞ്ഞാൽ മൊത്തത്തിലൊരു വൃത്തി. കുറച്ച് നേരം മുഖത്തിട്ട് കഴുകിയാൽ നമുക്ക് മുഖത്തിനൊരു തെളിച്ചം തോന്നൂലേ, അങ്ങനെ തോന്നലൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊന്ന് ഫുൾ അപ്ലൈ ചെയ്യട്ടെ ഫേസിൽ. നല്ല വെയിലാണ് പുറത്ത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തൈരൊക്കെ, നല്ല തണുത്ത തൈരൊക്കെ മുഖത്തിട്ടാൽ ടാനൊക്കെ പോകുമെന്ന് പറയണേക്ക. പക്ഷെ ഞാൻ സ്ഥിരമൊന്നും അങ്ങനെ ഇടാറില്ല. എന്തോ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ മറക്കും. ഇത് പൊതുവേ ഞാൻ ഓട്സ് പൗഡറും പിന്നെ നമ്മൾ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി പാലൊക്കെ മിക്സ് ആക്കിയിട്ട് മുഖത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കുറച്ച് കാലം സ്ഥിരം ഇട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്തു. അതായത് നമ്മൾ കരിവാളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ കരിവാളിപ്പൊക്കെ പോവുമായിരുന്നു. അപ്പോൾ എനിവേ ഇതൊരു നല്ല പാക്കാണ് കേട്ടോ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഹണി മസ്റ്റാണ്, ഹണി മിൽക്കും ഓട്സിൻ്റെ കൂടെ. അല്ലെങ്കിൽ അരിപ്പൊടി ഓട്സൊക്കെ നമ്മളെ സ്കിൻ അത്യാവശ്യം ഡ്രൈ ആക്കും. ചിലപ്പോൾ വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു സ്കിൻ കെയർ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ എന്തൊക്കെയോ നമുക്ക് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുക. ഇനി ചിലപ്പോൾ വലിയ റിസൾട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറ്റിയ ദിവസം ഒരു തോന്നലാണ് അതിട്ടിട്ട് സ്കിന്നിന് എന്തോ ചേഞ്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് കഴുത്തു കൂടെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ അത് കഴുകിയിട്ട് വരാം. ഹായ്, അപ്പം ഞാൻ ഫേസ് മാസ്ക് കഴുകി കളഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിന്. ഇത് നമ്മൾ വടക്കൊക്കെ ചെയ്യണം, നല്ലതാട്ടോ. ഇനിയിപ്പോൾ ഡെയിലി വേണമെങ്കിലും ചെയ്യാം, ഓട്സ് അല്ലേ, നമ്മളെ സ്കിന്നിന് ഹാമൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് വെളുത്തിട്ട് പാറാനൊന്നും പറ്റില്ല. മൊത്തത്തിലൊരു കരിവാളിപ്പെന്ന് ചെറിയൊരു ഷെയ്ഡ് മാറിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് നല്ലതാട്ടോ, ഓട്സ് അല്ലേ, സ്കിന്നിനൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതുവരെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതും അപ്പം നമ്മളൊപ്പം എല്ലാം നമ്മളവിടെ ഓരോ പരിപാടിയിലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.